കാക്കനാടിൻ്റെ അടുത്ത് കങ്ങരപ്പടിയിൽ ഭംഗിയുള്ള ഒരു വീട് 4 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച 3 ബെഡ്റൂം വീടാണിത്. ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം വെറും 400 മീറ്റർ മാത്രമാണ്. എൻ്റെ പുറകെയുള്ള ബോക്സി ടൈപ്പ് ആയിട്ടുള്ള ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് വരുന്നത്. ഇത് എൻഡിലായിട്ടുള്ള ഒരു വീടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡെഡ് എൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്പേസ് നമുക്ക് അവൈലബിൾ ആണ്. വേണമെങ്കിൽ ഒരു കാർ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭ്യമാണ്. 4 മീറ്റർ റോഡാണ് വീടിന് മുന്നിലായിട്ട് നൽകിയിരിക്കുന്നത്. ഇൻ്റർലോക്ക് ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്ന റോഡ്. ഇനി വീടിൻ്റെ എലവേഷനിലേക്ക് വരാം. പൂർണ്ണമായും ബോക്സി ടൈപ്പ് എലവേഷനാണ് വീടിന് നൽകിയിരിക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ അറിയാം. ഒരു ഭാഗത്ത് ബാൽക്കണിയാണ് വരുന്നത്. അവിടെ ഗ്ലാസും സ്റ്റീലും ഉപയോഗിച്ചിട്ടാണ് ഹാൻഡ് റെയിലുകൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് ഇവിടെ ടെറാക്കോട്ട ടൈലുകളുടെ ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. സെൻറ്ററിലായിട്ട് വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് പോകാം. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ മതിലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. മതിൽ വരുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ സ്ക്വയർ ട്യൂബും GI ഷീറ്റും ഉപയോഗിച്ചിട്ടുള്ള ചെറിയൊരു ഡിസൈൻ വർക്ക്, 2 ഡിസൈൻ വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പില്ലർ വരുന്നുണ്ട്. ഇവിടെ ഒരു ഐസ് ക്യൂബ് പോലെയുള്ള ഒരു വാൾ ലാമ്പും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഗേറ്റ് സ്ലൈഡിങ്ങിലാണ് വരുന്നത്. GI ഷീറ്റും സ്ക്വയർ ട്യൂബും ഉപയോഗിച്ച് ചെയ്ത ഒരു സ്ലൈഡിങ് ഗേറ്റ് ഇവിടെ വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു പെഡസ്റ്റൽ ഗേറ്റും 4 അടി വീതിയുള്ള ഒരു പെഡസ്റ്റൽ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കാർ പോർച്ച്. വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പോർച്ച് തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. കടപ്പ കല്ലുകളാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇത് നോർത്ത് ഫേസിംഗ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. ഈ വീടിൻ്റെ കിണർ വരുന്നത് ഈസ്റ്റ് സൈഡിലാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റ് സൈഡിൽ തന്നെയാണ് ഇവിടെ കിണർ നൽകിയിരിക്കുന്നത്. കിണർ ടെക്സ്ചർ വർക്കെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമുക്ക് ചെറിയ വാഹനങ്ങൾ, 2 വീലർ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അത്യാവശ്യം ഒരു 4 അടി 5 അടിയൊക്കെ ഉള്ളൊരു സ്പേസാണ് ഇവിടെ വരുന്നത്. ഈ സൈഡിൽ നമുക്ക് അത്യാവശ്യം പാർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. 2 വീലർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ആദ്യം തന്നെ സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സിറ്റ് ഔട്ട് എന്ന് മാത്രമാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. 2 പാളിയുള്ള മെയിൻ ഡോറാണ്. ഒരു ബ്രാസ് കളറിലുള്ള 2 ഹാൻഡിലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റീലിൻ്റെ സ്ട്രിപ്പുകൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നു. മഹാഗണിയിലാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. തുറന്നാൽ നമുക്ക് ലിവിങ് സ്പേസിലേക്ക് കിടക്കാം. മെയിൻ ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ലിവിങ് സ്പേസിൻ്റെയും ഡൈനിങ് സ്പേസിൻ്റെ ഇടയിലേക്കാണ് കയറി വരുന്നത്. ഇവിടെയായിട്ടാണ് ലിവിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. എൻ്റെ പുറകിൽ കാണുമ്പോൾ അറിയാം, ഇവിടെ വാൾ ടൈലല്ല, ഒരു പെയിൻറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. മനോഹരമായിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. അത് TV യൂണിറ്റിൻ്റെ ഭാഗമാണ്. ഇവിടെ മുകൾ ഭാഗത്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ക്യൂരിയോ ഷെൽഫാണ് വരുന്നത്. ഇവിടെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിൽ നിന്ന് കണ്ട ജനലാണ്. സെൻട്രൽ ഭാഗത്തുള്ള ജനൽ മാത്രം വലുത് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഓപ്പൺ ചെയ്യാവുന്നതാണ്. സെൻട്രൽ ഭാഗത്ത് മാത്രമുള്ള ജനൽ വലുതായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ റോഡുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. മുകളിലേക്ക് വന്നാൽ നല്ല വുഡൻ ഡിസൈനിലാണ് ഫോൾ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നത്. പണ്ടത്തെ മച്ചിൻ്റെയൊക്കെ ഒരു അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലിവിങ് സ്പേസിൽ നിന്നത്തെ ഈ ഭാഗത്തു നിന്നാണ് സ്റ്റെയർ മുകളിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു കോർട്ട്യാർഡ് സ്പേസ്, ഒരു ഇൻറ്റേർണൽ ഗാർഡൻ ഒരുക്കാവുന്ന രീതിയിൽ സ്റ്റെപ്പിനടിയിൽ കുറച്ച് സ്പേസ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. ലിവിങ് സ്പേസിന് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ലിവിങ് സ്പേസിൽ നിന്ന് ഡൈനിങ് ഏരിയയിലേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു ആർക്കിട്രയും കൊടുത്തിട്ടുണ്ട്. അവിടെ LED ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ് ഈ ഡൈനിങ് ഏരിയ. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിൽ വലിപ്പം ഇതിന് അവൈലബിൾ ആണ്. നമ്മൾ നേരത്തെ ആ ലിവിങ് സ്പേസിൽ കണ്ടതുപോലെയുള്ള ഒരു ജനൽ തന്നെയാണ് ഈ ഡൈനിങ് സ്പേസിലും കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിൽ വലിയ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു 3 പാളി ജനലാണ് വരുന്നത്. ഇവിടെ വേറൊരു ഡിസൈനിലുള്ള വാൾ പെയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഭംഗിയിൽ തന്നെയാണ് ഈ ഭിത്തി അലങ്കരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഹോം ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഫാൻ എല്ലാ സ്ഥലത്തും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ ഡൈനിങ് സ്പേസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് വാഷ് കൗണ്ടർ. അത് നല്ല മോഡേൺ ലുക്കിൽ തന്നെ നമുക്കിവിടെ ചെയ്തെടുത്തിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു ഗോൾഡൻ ഫിനിഷ് പോലെ വരുന്നത്തക്ക രീതിയിലുള്ള ടെക്സ്ചർ വർക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുക്കിയിരിക്കുന്നത്. 2 സൈഡിലും നമുക്ക്
സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡെക്കറേറ്റീവ് ഐറ്റംസ് വയ്ക്കാവുന്ന രീതിയിലുള്ള സ്പേസാണത്. ഇവിടെ മനോഹരമായിട്ടുള്ള ഗോൾഡൻ ഡിസൈനിൽ വരുന്ന ഒരു ഓവൽ ഷേപ്പിലുള്ള ഒരു വാഷ് ബേസിൻ നൽകിയിരിക്കുന്നു. കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. വാനിറ്റി കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കിച്ചൺ നോക്കാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ്. ഗ്ലാസിൻ്റെ ഒരു വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് പ്രവേശിക്കാം. സെയിം ടൈപ്പ് ടൈല് തന്നെയാണ്, 4x2 വെട്രിഫൈഡ് ടൈല് തന്നെയാണ് ഫ്ലോറിൽ നൽകിയിരിക്കുന്നത്. ഇതാണ് കിച്ചൺ. ഓപ്പൺ കൺസെപ്റ്റിലാണ് സാധാരണ കൊടുക്കാറ്, പക്ഷേ ഇത് ഡോറെല്ലാം ചെയ്ത ഒരു ക്ലോസ്ഡ് കൺസെപ്റ്റിൽ തന്നെയാണ് ഈ കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. ഇത് ഗ്രാനൈറ്റ് 45 ഡിഗ്രി കട്ട് ചെയ്ത് ഒട്ടിച്ചുകൊണ്ട് തന്നെ മനോഹരമായിട്ട് അതിൻ്റെ ആ ഫിനിഷിംഗ് വർക്ക് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. മുകളിലും താഴെയും കബോർഡുകൾ കാണാം. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് കളറാണെങ്കിൽ ഇവിടെ വൈറ്റ് കളറാണ് ഇതിൻ്റെ വാൾ ടൈലുകളായിട്ട് നൽകിയിരിക്കുന്നത്. അതിനിടയിലായിട്ട് അപ്പോക്സി വർക്കും കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെയും ജനൽ അവൈലബിൾ ആണ്. ഇവിടെ മാറ്റ് ഫിനിഷ് ഉള്ള ഒരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പുകളും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചന് തൊട്ടടുത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഇത് ഷീറ്റ് വർക്ക് ചെയ്തിട്ടാണ്, ഡ്രസ് വർക്ക് ചെയ്തിട്ടാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിരിക്കുന്നു. വലിയൊരു സിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഷീറ്റ് വർക്കാണ് നമ്മൾ പറഞ്ഞു. താഴെ ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത് വുഡൻ ഡിസൈനിൽ വരുന്ന ടൈലാണ്. നമുക്ക് ഈ ഡോർ ഈ വശത്തേക്ക് പോകാം. അവിടെ വേറൊരു ഡോറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നാൽ വീടിൻ്റെ പുറകുവശത്തേക്കും പോകാവുന്നതാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അത് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. ഈ വാഷ് കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഈ വരുന്നത്. നമുക്ക് നോക്കിയാൽ അറിയാം, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഒരു വശത്ത് ഈ സൈഡിലൂടെ ചേർന്ന് തന്നെയാണ് ഈ ഒരു 3 പാളി വിൻഡോ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു പാളിയുള്ള വിൻഡോയും നൽകിയിട്ടുണ്ട്. നമുക്ക് വാർഡ്രോബ് നോക്കിയാൽ ഈ ബെഡ്റൂമിൻ്റെ സ്പേസ് അപഹരിക്കാത്ത രീതിയിൽ പുറത്തേക്ക് തള്ളിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് വാർഡ്രോബ് വരുന്നുണ്ട്. സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഒരു ഡ്രസ്സിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടൊരു ചെറിയ മിററും കൊടുത്തിട്ടുണ്ട്. ഈ ഭിത്തിയിൽ നമുക്ക് ചെറിയ വാൾ പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ കുറേ ഭാഗത്ത് നമ്മൾ ഈ വാൾ പെയിൻറ്റിങ് കണ്ടു, പക്ഷേ അതെല്ലാം ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ഫോൾ സീലിംഗും കൊടുത്തിട്ടുണ്ട്. കോവ് ലൈറ്റിംഗ് ആണ് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് ഫൈബർ ഡോറാണ്. തേക്കിൻ്റെ ഡിസൈനിൽ വന്ന ഫൈബർ ഡോറാണ്. സെൻറ്റർ ഭാഗത്ത് ഗ്ലാസ്സിലൊരു വർക്കും ചെയ്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറി വന്നാൽ താഴത്തെ നിലയിലുള്ള വിശേഷങ്ങൾ ഏകദേശം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മുകളിലേക്കാണ് പോകേണ്ടത്. സ്റ്റെപ്പ് വരുന്നത് ഈ ലിവിങ്ങിൻ്റെയും ഡൈനിങ്ങിൻ്റെയും ഇടയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. വുഡൻ പില്ലറാണ് വരുന്നത്. സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള ഹാൻഡ് റെയിലാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പിൽ പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ റേസറും ഗ്രാനൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. കയറി വരുമ്പോൾ ഈ ഭാഗത്തായിട്ട് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് മുകളിൽ നിന്ന് ഫോൾ സീലിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ആ ഭാഗത്തേക്ക് അപ്പർ ലിവിങ് സ്പേസ് വരെ പോകുന്നതായിട്ട് നമുക്ക് കാണാം. നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. സ്റ്റെപ്പ് കയറി മുകളിലേക്ക് വരുന്നത് ഈ കാണുന്ന അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. നീളത്തിലുള്ള ഒരു സ്പേസാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ മാത്രം നൽകിയിരിക്കുന്നു. പക്ഷേ ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണിത്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. അവിടെ ഒരു ഫാനും സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് 2 ബെഡ്റൂമിലേക്കും ഇവിടെയാണ് യൂട്ടിലിറ്റി സ്പേസ്. അങ്ങോട്ട് പോവാം. ഇവിടെ ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബെഡ്റൂം നോക്കാം. മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലാണ് നമ്മളുള്ളത്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ സ്പേസ് തന്നെ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ജനൽ ഈ ഭാഗത്ത് 3 പാളിയുടെയാണ് കൊടുത്തിരിക്കുന്നത്. സെയിം തന്നെയാണ്, കാരണം മുകളിൽ നിന്ന് താഴെ വരെ നിൽക്കുന്ന ആ വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വളരെ സിമ്പിളായിട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത്. നേരത്തെ താഴെ കണ്ടപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ഇവിടെ അത് നൽകിയിട്ടില്ല എന്ന് മാത്രം. മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ രണ്ടാമത്തെ ബെഡ്റൂമാണ്. എല്ലാ ബെഡ്റൂമും സെയിം വലിപ്പം തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരേ മോഡൽ തന്നെയാണ്. പക്ഷേ ഈ ഫ്രണ്ടിലെ ഗ്ലാസ്സിന് മാത്രം അല്പം വലിപ്പം നൽകിയിട്ടുണ്ട്. അത് മാത്രമാണ് വ്യത്യാസം. ഇവിടെ 2 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്.
മുകളിൽ ഹോൾ സീലിംഗ് വർക്ക് ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മുടെ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത് പുറത്തേക്ക് തള്ളിയുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ ബെഡ്റൂമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം ചെറിയ ക്യൂരിയോ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്ലാസും കൊടുത്തിരിക്കുന്നു. ഇവിടെ ബാത്റൂമിൻ്റെ ഡോറാണ് ഈട്ടിയുടെ ഡിസൈനിലാണ് അത് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം തന്നെയാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള കാർവിംഗ് ഡിസൈനിലുള്ള ടൈലുകളാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത്. വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബാത്റൂം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇനി യൂട്ടിലിറ്റി സ്പേസ് കൂടി മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. ബാൽക്കണി കൂടി ഉണ്ട്. ഇവിടെ ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇത് യൂട്ടിലിറ്റി സ്പേസാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്പേസ് തന്നെയാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ പോയിന്റ് ടാപ്പും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു സ്റ്റഡി റൂമായിട്ട് നമുക്കിത് കൺവേർട്ട് ചെയ്തും മാറ്റാവുന്നതാണ്. മുകളിലേക്ക് ടെറസിലേക്ക് പോകാനായിട്ടുള്ള ഗോവൺ ഇവിടെ നിന്ന് പുറത്തേക്കാണ് നൽകിയിരിക്കുന്നത്. അത് സ്റ്റീലിലാണ് ചെയ്ത് എടുത്തിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ബാൽക്കണിയിലേക്കാണ്. ഒരു ഷേപ്പിലാണ് ബാൽക്കണി വരുന്നത്. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് നല്ലൊരു സ്പേസ് നമുക്കിവിടെ തോന്നുന്നുണ്ട്. ഒരു 2-3 ചെയറൊക്കെ ഇട്ടിരിക്കാവുന്ന വലിപ്പത്തിലുള്ള സ്പേസാണ് ഇത്. ഇവിടെ ചെറിയൊരു സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ പാറ്റയും കാണാം മുകൾ ഭാഗത്ത്. ഇവിടെ ഹാൻഡ് റെയിൽ പാരപ്പറ്റ് ഒരുക്കിയിരിക്കുന്നത് സ്റ്റീലും ഗ്ലാസും ഉപയോഗിച്ചിട്ടാണ്. ഭംഗിയുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മനോഹരമായിട്ടുള്ള ഒരു വീടാണ് ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്. വീട് വരുന്നത് കങ്ങരപ്പടിയിലാണ്. ബസ് റൂട്ടിലേക്ക് 400 മീറ്റർ മാത്രമാണ് ദൂരം. 3 ബെഡ്റൂമുകളാണ് ഇവിടെ ഉള്ളത്. കിണർ വെള്ളം അവൈലബിൾ ആണ്. KW വാട്ടർ കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. വീടിൻ്റെ പുറത്തൊരു വാഹനം പാർക്ക് ചെയ്യാം. വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരു വലിയ കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൂടിയാണ് നമുക്ക് ലഭ്യമാകുന്നത്. കങ്ങരപ്പടിയിൽ നിന്നും ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം ഒരു 4.5 കിലോമീറ്ററാണ് ദൂരം. കളമശ്ശേരിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് 2 കിലോമീറ്ററിൽ താഴെയാണ് ദൂരം വരിക. അതുപോലെ തന്നെ നമ്മുടെ കളക്ടറേറ്റിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 3-3.5 കിലോമീറ്ററൊക്കെ ആയിരിക്കും. ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 87.5 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. നമസ്കാരം.